യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എത്രയോ വലിയ നന്മകൾ, അനുഗ്രഹങ്ങൾ നൽകി. അപകടങ്ങളിൽ നിന്നൊക്കെ അവിടെ നമ്മളെ സംരക്ഷിച്ചു. നമ്മുടെ കണ്ണുനീര് അവിടുന്ന് കണ്ടു, നമ്മളെ അവിടുന്ന് ആശ്വസിപ്പിച്ചു. നമ്മുടെ കൂടെ എപ്പോഴും നടക്കുന്ന ദൈവം, നമ്മുടെ മുൻപിലും പിൻപിലും കാവലായി നമ്മളെ കരുതുന്ന ആ ദൈവം, ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഇന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവെ നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സംരക്ഷണത്തിന്, അനുഗ്രഹത്തിന് എല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കരുണയോർത്ത് സ്തുതിക്കുന്നു. ഞങ്ങളോട് കാണിക്കുന്ന ദയയ്ക്ക് നന്ദി പറയുന്നു. എല്ലാം അങ്ങയുടെ ദയയാണല്ലോ, എല്ലാം അങ്ങയുടെ കരുണയാണല്ലോ, എല്ലാം അങ്ങയുടെ സ്നേഹമാണല്ലോ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ മഹത്വം. ആമേൻ. എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിലുള്ള ആഗ്രഹമാണ് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുക. ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിലുള്ള വലിയ ആഗ്രഹമാണ് സ്വസ്ഥത, സമാധാനം, ശാന്തത. അങ്ങനെ ആയിരിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ പലപ്പോഴും സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ജീവിത അനുഭവങ്ങളും സാഹചര്യങ്ങളും, കുടുംബത്തിൽ പോലും സ്വസ്ഥത നഷ്ടപ്പെടുകയാണ്. അസ്വസ്ഥതകൾ കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് സ്വസ്ഥത തേടുന്നവർ എന്തു ചെയ്യണം? അതേക്കുറിച്ച് വിശുദ്ധ ബൈബിള് എന്താണ് പഠിപ്പിക്കുന്നത്? സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം പറയുന്നു, ഒരു പിടി സ്വസ്ഥതയാണ് ഇരു കൈകളും നിറയെയുള്ള അധ്വാനത്തെക്കാളും പാഴ്വേലയെക്കാളും ഉത്തമം. എത്രമാത്രം അധ്വാനിച്ച് സമ്പത്ത് നേടിയാലും, ലോകത്തിൻ്റെ നേട്ടങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കിയാലും, വലിയ കോടീശ്വരനായാലും ഒക്കെ നമുക്ക് സ്വസ്ഥതയില്ലെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ സമാധാനമില്ലെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ സ്വസ്ഥതയില്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം വളരെയേറെ വേദന നിറഞ്ഞ അനുഭവമായിട്ട് മാറുക. ഈ അടുത്ത നാളിൽ പത്രത്തിൽ വായിക്കാനിടയായി 4,000-ലധികം കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. വലിയൊരു ബിസിനസ്സുകാരൻ. സ്വസ്ഥതയില്ല, സമാധാനമില്ല, കുടുംബത്തിൽ സന്തോഷമില്ല. എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും, എന്തൊക്കെ നേടിയാലും ഹൃദയത്തിലൊരു സ്വസ്ഥതയില്ല. എന്തേ അതിൻ്റെ കാരണം? ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളോ, ഈ ലോകത്തിൻ്റെ വസ്തുക്കളോ, ധനമോ ഒന്നും യഥാർത്ഥത്തിൽ നമുക്ക് സമാധാനം തരുന്നില്ല. ഈ ലോകം തരുന്ന സുഖങ്ങൾ, അത് മദ്യപാനത്തിൻ്റെയോ ജഡികാസക്തിയുടെയോ ഭോഗാസക്തിയുടെയോ ഏത് മേഖലയുമാവട്ടെ, ഈ ജഡിക സുഖങ്ങളൊന്നും യഥാർത്ഥത്തിൽ നമുക്ക് സ്വസ്ഥത തരുന്നില്ല. ഈ ലോകം തരുന്ന ഈ സുഖങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാവുകയാണ്. നമ്മുടെ മനസ്സിൻ്റെ ശാന്തത നമുക്ക് പിടിവിട്ടു പോവുകയാണ്. വചനം ഓർമ്മിപ്പിക്കുന്നു, ഒരു പിടി സ്വസ്ഥതയാണ് ഇരു കൈകളും നിറയെ അധ്വാനിച്ച് ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാക്കിയതിനേക്കാൾ പാഴ്വേലയായി പോവുകയാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ എന്തൊക്കെ നേട്ടങ്ങൾ നമ്മൾ അധ്വാനിച്ച് നേടിയാലും ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൻ്റെ സ്വന്തമാക്കിയില്ലെങ്കിൽ നമുക്ക് സ്വസ്ഥത അനുഭവിക്കാൻ പറ്റില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനം, ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. സ്വസ്ഥതയും ആശ്രയവും ആയിരിക്കും നിങ്ങളുടെ ബലം.
എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ശീഘ്രം സഞ്ചരിക്കും, അതിനാൽ നിങ്ങൾ വേഗം അകന്നു പോകും. ഞങ്ങൾ ശീഘ്രതയുള്ള പടക്കുതിരപ്പുറത്ത് സഞ്ചരിക്കും എന്ന് നിങ്ങൾ പറഞ്ഞു. അതിനാൽ നിങ്ങളെ പിന്തുടരുന്നവരും അതിവേഗമായിരിക്കും വരിക. ഒരുവനെ പേടിച്ച് 1000 പേർ ഓടും. 5 പേർ ഭീഷണിപ്പെടുത്തിയാൽ നിങ്ങളെല്ലാവരും ഓടും. നിങ്ങളിൽ അവശേഷിക്കുന്നവർ മലമുകളിലെ കൊടിമരവും കുന്നിൻ മുകളിലെ ചൂണ്ടുപലകയും പോലെ ആയിരിക്കും. നോക്കുക, അതിവേഗതയുള്ള ശീഘ്രതയുള്ള കുതിരയുടെ പുറത്ത് നീ പാഞ്ഞാലും ഈ ലോകത്തില് എത്രമാത്രം ഏതൊക്കെ കാര്യങ്ങളിൽ നീ ഉന്നത സ്ഥാനത്താണെങ്കിലും നിനക്ക് മനസ്സിന് സ്വസ്ഥത ലഭിക്കത്തില്ല. കാരണം ഈ ലോകത്തിൻ്റെതൊന്നും യഥാർത്ഥമായ സ്വസ്ഥത നമുക്ക് സമാധാനം തരുന്നില്ല. ഈ ഒരു തിരിച്ചറിവ്, ഈ ഒരു ആത്മീയ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അടുത്ത നാളിൽ ഞാൻ USA ഒരു ധ്യാനം നടത്തുമ്പോൾ ഉണ്ടായ ചിലർ വന്ന് പങ്കുവെച്ച ചില അനുഭവങ്ങൾ. ഒരമ്മ വന്ന് കണ്ണുനീരോടെ പറയുകയാണ്, മക്കളൊക്കെ പഠിച്ചു വലുതായി, അവരൊക്കെ കോളേജ് പഠനമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ തന്നെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് അവരെല്ലാവരും പിന്തിരിഞ്ഞു. കൂദാശ ജീവിതമില്ല, കുമ്പസാരമില്ല, പ്രാർത്ഥനയില്ല, ദൈവമില്ല എന്ന് മക്കള് പറയുവാൻ തുടങ്ങി. ദൈവത്തിൽ നിന്ന് അകന്ന് ലോകത്തിൻ്റെ സുഖങ്ങളിൽ പാശ്ചാത്യ രീതിയിൽ ആ രാജ്യത്തെ അവസ്ഥയിൽ അവർ ജീവിക്കാൻ തുടങ്ങി. ആ അമ്മ പറയുകയാണ്, വലിയ ആഗ്രഹത്തിലാണ് ഈ രാജ്യത്ത് വന്നത്, അധ്വാനിച്ചു, സമ്പത്തൊക്കെ ഉണ്ടായി. പക്ഷെ മക്കളെല്ലാവരും ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അങ്ങനെ കുടുംബത്തിന് സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോവുകയാണ്. ഇങ്ങനെ അനേകം കുടുംബങ്ങളുണ്ട്. മറ്റൊരു പിതാവ് വന്ന് പങ്കുവെച്ച അനുഭവം ഇതാണ്. ഒരേ ഒരു മകനേ ഉള്ളൂ. അവന് കോളേജിൽ പഠിക്കുന്ന കാലത്തു തന്നെ നിരീശ്വരവാദികളുമായിട്ടുള്ള കൂട്ടുകെട്ട് ബന്ധങ്ങളിലേക്കൊക്കെ വന്നു. അങ്ങനെ വന്ന കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കില്ല. അതിനു മുൻപ് തന്നെ ഡ്രഗ്സിന്, മയക്കുമരുന്നിന് അടിമയായിട്ട് തീർന്നു. ഇന്ന് പൂർണ്ണമായിട്ടും മയക്കുമരുന്നിൻ്റെ അടിമത്തത്തിലായി ജീവിതം നശിച്ച് മനോനില തെറ്റി വീട്ടിൽ കഴിയുന്ന ഏക മകനെ ഓർത്ത് വിലപിക്കുന്ന ഒരു പിതാവ്. ജീവിതത്തിൽ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടം, അതിൻ്റെ പിന്നാലെ സകല സ്വസ്ഥതയും നഷ്ടമായി പോയ ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷമാണിത്. അത് നമ്മൾ ദൈവത്തെ തേടിയില്ലെങ്കിൽ, ദൈവത്തോടൊത്തല്ലെങ്കിൽ സ്വസ്ഥത നമുക്ക് കിട്ടത്തില്ല. അതിനാൽ ഇസ്രായേലിലെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. തിരിച്ചു വരിക. നീ ഇപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്ന് ഏതൊക്കെ വഴികളിലൂടെയാ പോകുന്നത്, ദൈവത്തിലേക്ക് നീ തിരിച്ചു വരിക. നിനക്ക് സ്വസ്ഥത കിട്ടുവാൻ, ആശ്വാസം കിട്ടുവാൻ, സമാധാനം കിട്ടുവാൻ, ഹൃദയത്തിൽ ആനന്ദം കിട്ടുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ, തിരിച്ച് വരിക. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ അടുത്തേക്ക്, നിന്റെ രക്ഷകനായ, നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നീ തിരിച്ചു വരിക. മറിയം യേശുവിൻ്റെ പാദാന്തികത്തിലിരുന്ന് തിരുവചനങ്ങൾ കേട്ടു. മർത്ത ഏറെ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയായിട്ട് നടന്നു വന്ന വചനം പറയുന്നത്. അങ്ങനെ വ്യഗ്രചിത്തയായിട്ട് നടന്ന് മർത്തായുടെ ഹൃദയത്തിന് സമാധാനം നഷ്ടപ്പെട്ടു. അവിടെ ഹൃദയത്തിന് സ്വസ്ഥതയില്ല. അവൾ വന്ന് ഗുരുവിനോട് പറയുക, ഇതാ എൻ്റെ സഹോദരി എന്നെ സഹായിക്കാൻ വരുന്നില്ല,
ഉണ്ടോ? അവിടെ മനസ്സിൻ്റെ സ്വസ്ഥത പോയി. മറിയം ഗുരുവിൻ്റെ പാദത്തുങ്കലിരുന്ന് ഗുരുവചസ്സുകൾ കേട്ട്, വചനങ്ങൾ കേട്ട് ശാന്തമായിട്ട് ഇരിക്കുകയാണ്. നോക്കുക, അവളുടെ ഹൃദയത്തിൽ സ്വസ്ഥത നിറയുക, സമാധാനം നിറയുക, ദൈവിക ആനന്ദം കൊണ്ട് അവൾ നിറയുന്ന ഒരനുഭവത്തിലേക്ക് മറിയം ഉയർത്തപ്പെടുകയാണ്. ഇവിടെ പറയുന്നു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിങ്കലേക്ക് നീ തിരിച്ചു വരിക, തിരിച്ചു വന്ന് സ്വസ്ഥമായിരിക്കുക, എന്നാൽ നീ രക്ഷപ്പെടും, നിങ്ങൾ രക്ഷപ്പെടും. രക്ഷപ്പെടുവാനായിട്ട് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, തിരിച്ചു വരിക. ഈ അടുത്ത ദിവസം ഇങ്ങനെ പത്രങ്ങളിൽ കണ്ട ഒരു വാർത്തയാണ്. വലിയ കോടീശ്വരനായ ഒരു മനുഷ്യന് തൻ്റെ ബിസിനസ്സിലൊക്കെ വലിയ പരാജയമുണ്ടായി. അറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനുള്ളതെല്ലാം ജപ്തി ചെയ്യപ്പെട്ടു. എല്ലാം 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 നഷ്ടപ്പെട്ടു. ജീവിതത്തിൽ നേടിയതെല്ലാം നഷ്ടമായി. സമ്പത്തിൻ്റെ പിന്നാലെ, സുഖലോലുപതയുടെ പിന്നാലെ, ആഡംബരത്തിൻ്റെ പിന്നാലെ, ലോക സുഖമോഹങ്ങളുടെ പിന്നാലെ പരക്കം പാഞ്ഞു. ദൈവത്തെ മറന്നുകൊണ്ടുള്ള ജീവിതം എല്ലാം നഷ്ടമായി. നേടിയത് മുഴുവൻ നഷ്ടമായി. കുടുംബം നഷ്ടമായി. മക്കൾ വഴിതെറ്റിപ്പോയി. എല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെട്ട എത്രയോ എത്രയോ വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നീ തിരിച്ചു വരിക, നിന്റെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരിക, സ്വസ്ഥമായിരിക്കുക. അവൻ്റെ കാൽപാദത്തുങ്കൽ സ്വസ്ഥമായിട്ടിരിക്കുക. അവന് നിന്നോട് പറയാനുള്ളത് നീ കേൾക്കുക. അതനുസരിച്ച് ജീവിതത്തിന് ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ മതി. നിനക്ക് സ്വസ്ഥത കർത്താവ് നൽകും. സമാധാനത്തിൻ്റെ രാജാവായ ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ, നിന്റെ കുടുംബത്തിൽ വസിക്കും. ഹല്ലേലൂയ. അവനെ സ്വന്തമാക്കാത്തവർക്കൊരിക്കലും സ്വസ്ഥത കിട്ടത്തില്ല. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഹൃദയത്തിലില്ലെങ്കിൽ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും മറ്റു പലതും പൊട്ടി മുളയ്ക്കുകയാ. ക്രിസ്തു ഹൃദയത്തിലുണ്ടെങ്കിൽ ക്ഷമിക്കാനും പൊറുക്കാനും സ്നേഹിക്കാനും ആ വ്യക്തിക്ക് സാധിക്കും. അങ്ങനെ ക്രിസ്തു പഠിപ്പിച്ചത് അങ്ങനെയാണ്. തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. സ്വസ്ഥതയും ആശ്രയവും ആയിരിക്കും നിങ്ങളുടെ ബലം. സ്വസ്ഥതയും ആശ്രയമായിരിക്കും നിങ്ങളുടെ ബലം. അതായത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ ഇരിക്കുക. കർത്താവേ, എനിക്ക് സമാധാനം മതി, സന്തോഷം മതി. ജീവിതത്തിൽ നേടിയതൊക്കെ നമ്മുടെ അധ്വാനം കൊണ്ട് നേടിയതല്ല, ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയത. ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കി എന്ന് ചിലർ അവകാശപ്പെടുമ്പോൾ അതിന് കഴിവ്, ബുദ്ധി, ആരോഗ്യം, ജ്ഞാനം, പ്രാവീണ്യമൊക്കെ നൽകിയത് ദൈവമാണെന്നുള്ള ചിന്ത വിട്ടുപോകാതിരിക്കുക. നമുക്കുള്ളതെല്ലാം ദൈവം ദാനമായിട്ട് നൽകിയത. ശീഘ്രതയുള്ള കുതിരയുടെ പുറത്ത് ഞാൻ അതിവേഗം യാത്ര ചെയ്യും. മനുഷ്യൻ വീമ്പ് പറയുക, ഞാൻ നിനക്ക് മുൻപേ മുന്നിലെത്തും, ഞാൻ ഓടിയെത്തും, അത് ഞാൻ അത് ചെയ്യും, ഞാൻ മറ്റു സ്ഥലങ്ങളിൽ പോയി വ്യാപാരം ചെയ്ത് സമ്പാദിക്കും. അങ്ങനെയൊക്കെ കണക്ക് കൂട്ടുന്നുണ്ട്. നാളെ നിന്റെ ജീവിതത്തിൽ എന്തു സംഭവിക്കുമെന്ന് നിനക്കറിയില്ല. നാളെ നിന്റെ ജീവിതത്തിലേക്ക് എന്താണ് കടന്നു വരാൻ പോകുന്നത്? നാളത്തെ പ്രഭാതം, നാളത്തെ ദിവസം നിനക്കുള്ളതാണോ എന്ന് നിനക്കൊരിക്കലും ഉറപ്പില്ല. അതുകൊണ്ട് മകനെ, നീ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. ദൈവത്തിൻ്റെ തിരുമുൻപിൽ സ്വസ്ഥമായിട്ടിരിക്കുക. എന്തിനാ സ്വസ്ഥമായിട്ടിരിക്കാൻ പറഞ്ഞത്? സ്വസ്ഥത നിന്റെ ഉള്ളിൽ വന്നെങ്കിൽ മാത്രമേ ദൈവം സംസാരിക്കുന്നത് നിനക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇന്ന് എത്രയോ പേരാണ് ധ്യാനങ്ങളിൽ പങ്കെടുക്കാനായിട്ട് കടന്നു വരുന്നത്. കാരണം സ്വസ്ഥതയില്ല, കടബാധ്യത, ഭാരിച്ച തകർച്ചകൾ, ജോലിയില്ല, വിവാഹം കഴിഞ്ഞു, മക്കളില്ല. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഹൃദയത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്ന ജീവിത വഴികളിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. കർത്താവിൻ്റെ അടുക്കൽ വന്ന് 5 ദിവസം സ്വസ്ഥമായിരുന്ന്
വചനം കേട്ട് കഴിയുമ്പോൾ ഇതാ അത്ഭുത രോഗശാന്തികൾ, അടയാളങ്ങൾ അവർക്ക് വേണ്ടി കർത്താവ് ചെയ്യുക. അവിടെ ജീവിതത്തിന് മുമ്പിൽ കർത്താവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ്, ഈ അടുത്ത നാളിൽ USA ധ്യാനം നടത്തുമ്പോൾ ഒരു വ്യക്തി എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് വന്നിട്ട് ആ സഹോദരൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ ഓർമ്മിക്കുന്നില്ല. അദ്ദേഹം പറയുകയാണ്, 19 വർഷം മുൻപ് ഞാൻ ബ്രദറിന്റെ ധ്യാനത്തിൽ, കുടക്കച്ചിറ ഗുഡ് ന്യൂസ് ധ്യാന മന്ദിരത്തിൽ 19 വർഷം മുൻപ് ഞാൻ ധ്യാനിച്ചതാ. അന്ന് എനിക്ക് ജോലിയില്ല, വിവാഹം നടന്നിട്ടില്ല, കടബാധ്യത, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടം, ഒരു മാർഗവുമില്ല. ജീവിതം വഴിമുട്ടി ആത്മഹത്യയുടെ മുൻപിൽ നിൽക്കുമ്പോഴാണ് ആ മനുഷ്യൻ 19 വർഷങ്ങൾക്ക് പുറകിൽ അന്ന് ഞാൻ നടത്തിയ 5 ദിവസത്തെ താമസമുള്ള ധ്യാനത്തിന് പങ്കെടുക്കുന്നത്. ആ മനുഷ്യൻ 19 വർഷത്തിന് ശേഷം ഞാനിപ്പോൾ കണ്ടുമുട്ടിയ അമേരിക്കയിൽ വെച്ച് അദ്ദേഹം പറയുന്നു, അന്ന് ഞാൻ ധ്യാനത്തിൽ പങ്കെടുത്തു, കർത്താവിൻ്റെ മുൻപിൽ ഇരുന്ന് വചനം കേട്ടു. വചനം കേട്ടപ്പോൾ എനിക്ക് എന്നെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്, എൻ്റെ ജീവിതവും പാപത്തിൻ്റെ വഴികളൊക്കെ തിരിച്ചറിഞ്ഞു. അതെല്ലാം ഞാൻ വിട്ടുപേക്ഷിച്ചു. ആ ധ്യാനം എൻ്റെ ജീവിതത്തെ മാറ്റി, എൻ്റെ മനസ്സിനെ മാറ്റി. ഞാൻ ദൈവത്തിലേക്ക് തിരിച്ചു വന്നു. ഞാനൊരു പ്രാർത്ഥനയുടെ മനുഷ്യനായിട്ട് മാറി. അത്ഭുതം ദൈവം ചെയ്യുകയാണ്. വിവാഹം നടന്നു. അങ്ങനെ അമേരിക്കയിൽ വന്നു. ഇപ്പോൾ 3 കുഞ്ഞുങ്ങളുണ്ട്. സന്തോഷം നിറഞ്ഞ കുടുംബജീവിതം. അദ്ദേഹം പറയുകയാണ്, അന്ന് ഞാൻ എൻ്റെ യേശുവിനെ കണ്ടുമുട്ടിയതാ, അന്ന് ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടിയതാ. പിന്നിന്ന് വരെയും എൻ്റെ ദൈവത്തെ മറന്ന് ഞാൻ ജീവിച്ചിട്ടില്ല. മദ്യപിക്കത്തില്ല, പകവലിക്കത്തില്ല, ലോകത്തിൻ്റെതായ ഒരു വഴിയിലും പോകാതെ നല്ലൊരു കുടുംബജീവിതത്തിലൂടെ ദൈവം നൽകിയ 3 മക്കള്. അദ്ദേഹം പറയുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി നല്ല കുഞ്ഞുങ്ങളാ. ദൈവം ആ മനുഷ്യൻ്റെ ജീവിതത്തെ ഏറ്റെടുത്തു. ആൾ സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, എല്ലാ വഴികളും അടഞ്ഞിരിക്കുമ്പോൾ 5 ദിവസം ഇതാ കർത്താവിൻ്റെ വചനത്തിന് മുൻപിൽ ശാന്തമായിട്ടിരുന്ന ആ മനുഷ്യൻ്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് മാറ്റിമറിക്കുകയാണ്. ഇന്ന് സന്തോഷമായ കുടുംബജീവിതം, മക്കള്, വീട്, സമ്പത്ത് എല്ലാം ദൈവം കൊടുത്തു. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഇവിടുത്തെ ഈ രാജ്യത്തേക്കുള്ള വരവിലൂടെ എൻ്റെ കുടുംബം മുഴുവൻ എല്ലാ മേഖലയിലും രക്ഷപ്പെട്ടു. അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥമായി ഇരിക്കാൻ നിങ്ങൾ തീരുമാനമെടുക്കണം. ഒരു 5 ദിവസം എല്ലാം മാറ്റിവെച്ച് ഒന്ന് വചനം കേട്ടേ. അവിടുന്ന് വചനം അയച്ചുകൊണ്ട് നിന്നെ വിനാശത്തിൽ നിന്ന് വിടുവിക്കും. സങ്കീർത്തനം 107:20. നിന്റെ മേൽ കടന്നു പോകുന്ന വിനാശങ്ങൾ, നിന്നെ തകർക്കാൻ കടന്നു വരുന്ന വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴും കർത്താവ് നിന്റെ കൂടെ ഉണ്ടാവും. ഹല്ലേലൂയ. നമ്മളൊന്ന് തിരിച്ചറിഞ്ഞേ, അവൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ആരിരുന്നോ അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അടഞ്ഞ വഴികളെ അവൻ തുറന്നു കൊടുക്കും. കഷ്ടതകളിൽ കർത്താവിൻ്റെ ശക്തമായ ഇടപെടലുണ്ടാവും. ഒരു സാധ്യതകളും ഇല്ലാതിരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അനേക വാതിലുകൾ നിരന്തരമായിട്ട് തുറന്നു തന്നുകൊണ്ട് ദൈവം നമുക്ക് മുൻപേ പോകുന്ന അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥമായിട്ടിരിക്കുക. അതിനുവേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണം. ഞാൻ ചിലരോട് പറയാറുണ്ട്, വന്നൊരു ധ്യാനത്തിന് പങ്കെടുക്കുക, കർത്താവ് എല്ലാ കാര്യങ്ങളും ഇടപെടും. നമ്മൾ പറയുന്നു, ജോലിയാണ്, അവധി കിട്ടത്തില്ല, സമയമില്ല, 100 കൂട്ടം കാര്യങ്ങൾ. നന്നായിട്ടൊന്ന് പനിച്ചാൽ, ഒരു വൈറൽ പനി പിടിച്ചാൽ ഒരാഴ്ച ആശുപത്രി പോകും. അങ്ങനെ മറ്റെന്തിനും സമയമുണ്ട്, മറ്റു കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്താൻ മനുഷ്യന് ഒരു കുഴപ്പമില്ല. പക്ഷെ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് താല്പര്യമില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നോട് പറയുകയാണ്, പറഞ്ഞത് ഇപ്രകാരമാണ്: എൻ്റെ ഭർത്താവ്
കൺവെൻഷന് വന്നിട്ടില്ല. ഞാൻ ചോദിച്ചു, സഹോദരി എന്താണ് അതിൻ്റെ കാരണം? എൻ്റെ ഭർത്താവ് പറയുന്നു, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. ഓക്കെ, ശരിയാണ്, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, ഞാൻ സമ്മതിച്ചു. ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചു, ഭർത്താവ് എന്നെങ്കിലും ഒരു ധ്യാനം കൂടിയിട്ടുണ്ടോ? ധ്യാനം കൂടിയിട്ടില്ല. മദ്യപിക്കുമോ? മദ്യപിക്കും. ലോകത്തിൻ്റെ മനുഷ്യനാണ്. അദ്ദേഹത്തിന് ധ്യാനത്തിന് പോകാനോ കൺവെൻഷന് പോയി വചനം കേൾക്കാനോ താല്പര്യമില്ല. കാരണം അവിടെ കേൾക്കുന്ന വചനങ്ങൾ ജീവിതത്തെ മാറ്റും. അവിടെ കേൾക്കുന്ന വചനങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ചാൽ ഇപ്പോൾ പോകുന്ന ലോക മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഇതിലൊന്നും വലിയ കഥയൊന്നുമില്ല, ഇതിലൊന്നും വലിയ കഥയൊന്നുമില്ല, ഇതൊന്നും എനിക്ക് ആവശ്യമുള്ള കാര്യമില്ല എന്ന് പറയുന്ന ഒരു ഭർത്താവ് ഒരു ചേച്ചിയോട് പങ്കുവച്ചതാ. ഞാൻ ചോദിച്ചു, മക്കളൊക്കെ എങ്ങനെയുണ്ട്? മക്കളൊക്കെ അപ്പൻ്റെ അതേ വഴിയിലൂടെ തന്നെ, വിശ്വാസമില്ല, പ്രാർത്ഥനയില്ല, കുദാശയില്ല, ലോകത്തിൻ്റെ വഴിയിലൂടെ ജീവിക്കുന്ന മക്കൾ. പാവം ഈ സഹോദരി കുടുംബത്തിന് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ ദൈവസന്നിധി നിലവിളിക്കുകയാണ്. സ്വസ്ഥതയില്ല കുടുംബത്തിൽ. ഹല്ലേലൂയ. ഇതുപോലെ എത്രയോ എത്രയോ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ, അവൻ്റെ വചനത്തിന് ഒന്ന് കാതു കൊടുക്കുവാൻ മനസ്സ് കാണിച്ചാൽ വലിയ തകർച്ചയിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും. ധ്യാനങ്ങളിൽ സംബന്ധിക്കാത്തവര് ഒന്ന് മനസ്സു കാണിക്കണം. 5 ദിവസം ഏതെങ്കിലും ഒരു ധ്യാനമന്ദിരത്തിൽ പോയിരുന്ന് സ്വസ്ഥമായിട്ട് എല്ലാം മാറ്റിവെച്ച് വചനം കേട്ട് പ്രാർത്ഥിക്കുവാനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ കരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നത് ദൈവ സാന്നിധ്യം നിറഞ്ഞ സ്ഥലങ്ങളിലാണ്. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ പ്രാർത്ഥനയില്ല. മദ്യപാനം, കലഹം, അസ്വസ്ഥത, പിന്നെ എങ്ങനെ അവിടെ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങും? ആ ദൈവത്തിൻ്റെ ആലയം, വിശുദ്ധമായ ദൈവത്തിൻ്റെ ആലയത്തിൽ, വചനം പങ്കുവെക്കുന്ന ആലയങ്ങളിൽ ഉറപ്പാണ് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരും. ദൈവത്തിൻ്റെ വചനമാണ് വിനാശത്തിൽ നിന്ന്, തകർച്ചയിൽ നിന്ന് വിടുവിച്ച് നമുക്ക് സമാധാനം നൽകുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 30-ാം അധ്യായത്തിൻ്റെ 19-ാം വചനം, ജെറൂസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും. നിന്റെ വിലാപത്തിൻ്റെ സ്വരം കർത്താവ് കേൾക്കും. നിന്റെ കണ്ണുനീര് കർത്താവ് കാണും. നിന്നെ അവിടുന്ന് ആശ്വസിപ്പിക്കും. നിന്റെ വിലാപത്തിൻ്റെ സ്വരം കേട്ട് അവിടുന്ന് നിനക്ക് വേണ്ടി എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയാനായിട്ട് പോവുക. ഹഗായി 2:19 കർത്താവ് അരുളി ചെയ്യുന്നു, ഇന്നു മുതൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. സ്വസ്ഥമായിരിക്കാൻ 5 ദിവസം കടന്നു വരിക. ദൈവവചനത്തിന് മുമ്പിൽ ശാന്തമായിട്ടിരിക്കുക. കർത്താവ് നിന്റെ വിലാപത്തിൻ്റെ സ്വരം കേട്ട് നിന്നെയും നിന്റെ കുടുംബത്തെയും തലമുറകളെയും നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും. കർത്താവിൻ്റെ പാദത്തുങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കാം. നമ്മുടെ ഹൃദയത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നിറയട്ടെ. നമ്മുടെ കുടുംബത്തിൽ സമാധാനം നിറയട്ടെ. രക്ഷകൻ നമ്മുടെ ഹൃദയത്തിലും കുടുംബത്തിലേക്കും കടന്നു വരട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. യേശുവേ നന്ദി. കർത്താവേ, എല്ലാ രോഗികളെയും അങ്ങ് സൗഖ്യമാക്കണമേ. സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട കുടുംബങ്ങളിലേക്ക് സമാധാനത്തിൻ്റെ മാലാഖ അയക്കണമേ. സമാധാനത്തിൻ്റെ രാജാവായ യേശുവേ, അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ. ഈശോയെ കരുണയാകണമേ. രോഗത്താൽ വലയുന്നവർ, കടബാധ്യാൽ വലയുന്നവർ, ബിസിനസ്സുകൾ തകർന്നവർ, ജീവിതത്തിലെല്ലാം പ്രതിസന്ധിയിലായവർ, സ്വസ്ഥത നഷ്ടപ്പെട്ടവരുടെ ഹൃദയങ്ങൾക്ക് സ്വസ്ഥത നൽകണമേ. അങ്ങ് കടന്നു ചെല്ലണമേ. യേശുവേ, അങ്ങയുടെ മുറിവേറ്റ കരമൊന്ന് വയ്ക്കണമേ. ആശ്വാസം നൽകണമേ. വിലാപത്തിൻ്റെ സ്വരം കേട്ട് അനുഗ്രഹം വർഷിക്കണമേ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി.
ആമേൻ. ഈ ഫാമിലി അതിരമ്പുഴയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഈ മകള് ഈ കുഞ്ഞിനെ 5 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ ഇവിടെ വന്ന് ധ്യാനത്തിൽ കൂടുക. അന്ന് ധ്യാനത്തിൽ കൂടുമ്പോൾ ഒരു വലിയ സങ്കടത്തിലാണ്. ഉത്തരത്തിലുള്ള ഈ കുഞ്ഞിന് മൂക്കിന് പാലം ഇല്ല. ഇത് മെഡിക്കൽ റിപ്പോർട്ടുമാണ് വന്നിരിക്കുന്നത്. മൂക്കിന് പാലമില്ല എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്, അല്ലേ? അതെ, മൂക്കിന് പാലമില്ല. ആ രീതിയിലുള്ള ഗർഭപാത്രത്തിൽ കിടങ്ങിയ കുഞ്ഞിൻ്റെ അവസ്ഥ. അബോർഷൻ പറഞ്ഞവർ പറഞ്ഞില്ല, നമ്മുടെ അടുത്ത് ഡിസിഷൻ എടുക്കാൻ പറഞ്ഞു. അത്ഭുതമായിട്ട് ഇവിടെ വന്ന് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്തു. ഈശോ തൊട്ടു. ആ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആ കുഞ്ഞിനെ കാണാം. പൂർണ്ണമായ സൗഖ്യത്തിൽ കുഞ്ഞിനെ ഇവർക്ക് നൽകി. ആ സാക്ഷ്യം നമുക്ക് കേൾക്കാം. പറഞ്ഞു. എൻ്റെ പേര് ജാനറ്റ്, ഹസ്ബൻഡിൻ്റെ പേര് അജിത്ത്. 2 കുട്ടികളുണ്ട്, ജോഷുവ, ജോഹാൻ. അപ്പം നമ്മൾ അതിരമ്പുഴയിൽ നിന്നാണ് വന്നിരുന്നത്. മൂത്തയാളെ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ 5 മന്ത്സിൻ്റെ സ്കാനിങ്ങിൽ അവൾക്ക് നെയ്സൽ ബോൺ ഇല്ല എന്നും പറഞ്ഞിട്ടായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നത്. മാതായിൽ കൺസൾട്ട് ചെയ്തപ്പം മാതാ ഹോസ്പിറ്റലിൽ തെള്ളകം അവിടുത്തെ സ്കാനിങ്ങിൽ കൊച്ചിന് മൂക്കിന് പാലമില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം നമ്മൾ ഒന്നുകൂടെ കൺഫേം ചെയ്യാനായിട്ട് മെഡിക്കൽ കോളേജിൻ്റെ വേറൊരു ഡോക്ടറിൻ്റെ അവിടെ നിന്ന് സ്കാൻ ചെയ്തായിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിലും സെയിം തന്നെയാണ് പറഞ്ഞത്. മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ കണ്ടു. ആ സ്കാനിങ്ങിലും മൂക്കിന് പാല്. ആ 2 റിപ്പോർട്ടുണ്ട് അല്ലേ? 2 റിപ്പോർട്ടിനകത്തുണ്ട്. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ടും അതായത് ചേച്ചിയും പറഞ്ഞു, ഇവിടെ സാബു ബ്രദറിൻ്റെ ധ്യാനമുണ്ട്, ഒന്ന് പോയി ഒന്ന് കൂടുമോ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിസിഷൻ എടുത്താൽ മതി. ഡോക്ടേഴ്സ് നമ്മുടെ അടുത്ത് ചോദിച്ചു 5 മന്ത്സ് ആണ്, മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാം, അല്ലെങ്കിൽ അമ്നിയോസിന്തസിസ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റോടെ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു. ഇവിടെ ധ്യാനം കൂടി. അപ്പോൾ ബ്രദറിൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഒരു കുഞ്ഞിനൊരു കുഴപ്പം ഉണ്ടാവില്ല, നോർമൽ ഒരു ബേബി തന്നെ ഉണ്ടാവും, പ്രാർത്ഥിച്ചാൽ മതി ഈശോയോടെന്ന് പറഞ്ഞു. നമ്മളും അങ്ങനെ തന്നെ തീരുമാനിച്ചു, കണ്ടിന്യൂ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ദൈവം അനുഗ്രഹിച്ച് കുഞ്ഞിനൊരു കുഴപ്പമില്ല. നെക്സ്റ്റ് ഇയറിൽ അടുത്തൊരു ബേബി ഉണ്ടായി, അവനും കുഴപ്പമൊന്നുമില്ല. നോക്കൂ, എല്ലാം ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ കരുണയാണ്. മൂക്കിന് പാലമില്ല എന്ന് മെഡിക്കൽ റിപ്പോർട്ടുള്ള കുഞ്ഞിനാണ് കർത്താവ് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ മൂക്കിൻ്റെ പാലം കൊടുക്കുന്നത്. ആ കുഞ്ഞിൻ്റെ വൈകല്യത്തെ മാറ്റുക. ആൾ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ശിശുക്കളെ പോലും കർത്താവ് സൗഖ്യമാക്കുകയാണ്. ഒരു വൈകല്യമുണ്ട് എന്ന് മെഡിക്കൽ റിപ്പോർട്ടിലൂടെ പറഞ്ഞാൽ പോലും പലരും അബോർഷന് തയ്യാറാകാറുണ്ട്. ഒരിക്കലും പാടില്ല. ഡോക്ടർമാർ പറയുന്നു മെഡിക്കൽ റിപ്പോർട്ടിൽ ഈ അവസ്ഥയാണ്. പക്ഷെ നമ്മൾ ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ, വചനം കേട്ടാൽ അത്ഭുതമായിട്ട് ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെയും വൈകല്യങ്ങളെ കർത്താവ് സൗഖ്യമാക്കും. അതിൻ്റെ വ്യക്തമായൊരു തെളിവാണ് ഈ കുഞ്ഞ്. ഹല്ലേലൂയ. ഡൗൺ സിൻഡ്രോം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞല്ലേ? അതെ, ഈ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ. പക്ഷെ എല്ലാം മിടുമിടുക്കൻ ഒരു കുഞ്ഞിനെ നൽകി. അവൻ്റെ പേര് ജോഷുവായെ കർത്താവ് കൊടുത്ത് അനുഗ്രഹിച്ചു. മെഡിക്കൽ റിപ്പോർട്ടുമായിട്ടാണ് ഈ ഫാമിലി യേശുവിനെ മഹത്വപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കർത്താവേ നന്ദി പറയുന്നു. അങ്ങാണ് ഈ കുഞ്ഞിന് സൗഖ്യം നൽകിയത്. അങ്ങേക്ക് മഹത്വം. യേശുവേ നന്ദി. ആമേൻ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ, യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.